നമ്മുടെ ഭാവി തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സമ്മാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആദ്യം ഓടി തുടങ്ങുന്നവർക്ക് എന്താ പറയുക, വളരെ കംഫർട്ടായിട്ട് ഓടി ഫിനിഷ് ചെയ്യാം. നമ്മൾ എല്ലാത്തിനും വേണ്ടി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് നഷ്ടപ്പെട്ടാലും അടുത്തത് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ അതുകൊണ്ട് വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രഗീഷ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. എന്താ മിസ്സാ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കാത്തിരുന്നു 3 വർഷം കഴിഞ്ഞ് നമ്മുടെ JCI നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് ഡിസംബറിൽ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ. അപ്പൊ ഒരു പുതുവത്സര സമ്മാനം അല്ലെ? ഇപ്പൊ മൊത്തം സഹകരണ മേഖലയിൽ പുതുവത്സരങ്ങളിൽ ഒരു സമ്മാന പെരുമഴ അല്ലെ? 2024 ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഹകരണ മേഖലയിൽ ഒഴിവുകൾ വരുന്ന ഒരു വർഷമായിട്ട് 2024 മാറാൻ സാധ്യതയുണ്ട് അല്ലേ? ഒഴിവ്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, കേരള ബാങ്കിൽ, CSEB എല്ലാം കൊണ്ടും സഹകരണ മേഖലയിൽ വളരെ ഒരു വമ്പൻ ഒഴിവാണ്, വമ്പൻ ലോട്ടറിയാണ് നമ്മുടെ സഹകരണ മേഖലയെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പുതുവത്സരത്തിൽ പലതരത്തിലുള്ള ഗിഫ്റ്റുകൾ നമുക്ക് പലരും തരാറുണ്ട്. ആ ഗിഫ്റ്റുകളൊക്കെ ചിലപ്പോൾ ചിലത് ഡ്യൂറബിൾ ആയിരിക്കും, ചിലത് പെട്ടെന്ന് കേടുവന്നിരിക്കും. പക്ഷേ നമ്മുടെ ഭാവി തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു സമ്മാനമാണ് ഇവിടെ തന്നിരിക്കുന്നത്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. അതെ, ഒരു ലൈഫ് ടൈം ഗിഫ്റ്റ് ആണ്. നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, സെക്യൂർ ആവും. കാരണം നമുക്കറിയാം പലപ്പോഴും സഹകരണ മേഖലയിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് അല്ലേ? പലതരത്തിലുള്ള ഒരു ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ പോസിറ്റീവ് ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവായി മാത്രം ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ തരുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഇത്, ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായും എന്താ മിസ് ഒരു എക്സാമിനേഷന്റെ ഒരു സഹകരണ മേഖല ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത്രയും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷൻ ആയി മാറാനുള്ള കാരണം? ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ നമുക്കറിയാം നമുക്ക് നല്ല ഒരു സ്റ്റാറ്റസ്, നമ്മുടെ സൊസൈറ്റിയിലായ നല്ല സ്റ്റാറ്റസ്, സാലറി വൈസ് നല്ല ഒരു ഇൻകം തരുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബ് തന്നെയാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അപ്പൊ അത്രയും പ്രതീക്ഷ നൽകുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിന്റെ ആ ഒരു എക്സാമിനേഷൻ കുറച്ചുകൂടി എന്തായിരിക്കും, ആ ഒരു പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. നമ്മൾ CSEB-ലൊക്കെ സാധാരണ കാണുന്ന ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല. അപ്പൊ നമുക്കറിയാം ഇതിനു മുമ്പ് എക്സാമിനേഷൻ നടന്ന ഒരു ഡേറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, 2018 എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നത്, 18 നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നീട് നമുക്കറിയാം 2020 21 ആ ഒരു ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് നിലവിലുണ്ട് ഇപ്പൊ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി, ആ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. സോ അപ്പോൾ അവിടെ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അടുത്തൊരു നോട്ടിഫിക്കേഷൻ നമ്മളെ തേടി വരുന്നത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു 2018 ഒരു നോട്ടിഫിക്കേഷൻ, അപ്പൊ നിങ്ങൾ എക്സാം വന്ന് റിസൾട്ട് വന്ന് 2021 അവസാനമായിട്ട് ഒരു ഉദ്യോഗാർത്ഥിയെ അപ്ലൈ ചെയ്ത് 2018. സോ അതിനുശേഷം വരുന്ന ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം അപ്പൊ അവിടെ ഒഴിവുകൾ നമുക്ക്. അതെ, നേരത്തെ വീഡിയോയിലും പറഞ്ഞു ആദ്യം CSEB-ൽ കയറി എന്താ ഇവിടെ ഒരു പ്ലസ് പോയിന്റ് കിട്ടും. CSEB-ൽ ആദ്യം ഇപ്പൊ കുറെ പേര് കേരള ബാങ്കും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും മാത്രം വെച്ച് പഠിച്ചപ്പോ അവരോടും പറഞ്ഞിരുന്നു CSEB-ൽ അതൊരു ജോലി നേടാൻ നോക്കാം. അങ്ങനെ ജോലി ഫസ്റ്റ് നേടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്താ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടും. തീർച്ചയായിട്ടും ആ ഒരു പ്ലസ് പോയിന്റിനെ കുറിച്ച് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഏകദേശം നോക്കൂ, ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ഇത് കഴിഞ്ഞൊരു മാറാൻ സാധിച്ചു. കാരണം സഹകരണ ചട്ടങ്ങൾ പ്രകാരം 40 വയസ്സ് വരെ ജനറൽ കാറ്റഗറി കൊടുക്കണം എന്നുള്ളൊരു നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്കറിയാം കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ വന്നപ്പോൾ ആ ഒരു ഏജിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വിജ്ഞാപനത്തിൽ 40 വയസ്സാണ് സാധ്യത. അപ്പൊ നിലവിലൊരു വിജ്ഞാപനത്തിന്റെ ഒരു ഘടന വെച്ചുകൊണ്ട് 37 വയസ്സ് വരെയാണ് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് 40 വയസ്സ് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ? അതുപോലെ 38 വയസ്സാണ് അവിടെ സൂപ്പർവൈസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ് അങ്ങനെയുള്ള അപ്പെക്സ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് 38 വയസ്സ്, ഒരു വയസ്സിന്റെ ഒരു റിലാക്സേഷൻ ഉണ്ട് അവിടെ ലഭിക്കണം. പ്രൈമറി സൊസൈറ്റീസിലും ഓൾറെഡി പ്രൈമറിയിലും അപ്പെക്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു റിലാക്സേഷനും കൂടി ലഭിക്കണം. അതിന്റെ ഒരു വർഷം വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. അതെ, അപ്പൊ അവിടെ ഒരു വയസ്സിന്റെ പോലും റിലാക്സേഷൻ കിട്ടാന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ ആ ഒരു അപ്ലിക്കൻസ് ഒരു വളരെ വലിയൊരു വിഭാഗത്തിനുള്ളിൽ കയറി പറ്റാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിന്റെ ഒരു ഏജിന്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കി കാര്യം നമ്മൾ നോക്കാം. കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു എക്സാം നടത്തുന്നത്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സ്കെയിൽ ഓഫ് പേ നോക്കി തന്നെ അറിയാം എന്താണ്. 29,200 ആണ് ബേസിക് പേ, അലവൻസ് കൂടാണ്ടത്. റിവേഴ്സ്ഡ് അല്ല, റിവേഴ്സ്ഡ് ചെയ്ത് ഇപ്പൊ കറന്റ് എത്രയാണ്, 39,300 മുതൽ 83,000 രൂപ വരെ. അപ്പൊ നോക്കി നോക്കൂ, 39,300 സഹകരണ മേഖലയിൽ ലഭിക്കുന്നു. ഇപ്പൊ നമ്മള് മറ്റ് പല തസ്സുകളുമായിട്ടുള്ള ഒരു കമ്പാരിസണൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു പോസ്റ്റിന് വാല്യൂ എത്രയാണ്, ഈ പോസ്റ്റിന് നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ. നോക്കൂ, 39,300 മുതൽ 83,000 വരെയാണ് റിവേഴ്സ് ചെയ്ത് വന്നിരിക്കുന്നത്.
മുൻപത്തെ തന്നെ മോശമല്ല കേട്ടോ ചെയ്താൽ, മുൻപത്തെ തന്നെ മോശമല്ല. രണ്ടാമത്തെ തന്നെ ഇപ്പൊ എന്താണ് റിവൈസ് ചെയ്ത് വന്നത് തന്നെ എന്താണ് 30,300 മുതൽ 80,000 റിവൈസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാലറി സ്കെയില്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അവസരമാണ്. ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, ഒരുപാട് തലവരുകളൊന്നും സൃഷ്ടിക്കാത്ത ഒരു പോസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ പ്രതി. അതുപോലെ തന്നെ കാണാൻ പറ്റില്ല. കാരണം ആ ഒരു അപ്പോ അതെ അതെ ഒരു CSEB ലെവലിലൊന്നും നമുക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിച്ചു പോകാൻ പറ്റി സാധിക്കില്ല. കുറച്ച് അതെ കഴിഞ്ഞ വർഷത്തെ അതായത് ഈ ഒരു എക്സാമിന്റെ കഴിഞ്ഞ പേപ്പറിനേക്കാളും അതിന്റെ 3 ഇരട്ടി തന്നെ ലെവൽ ഓഫ് എക്സാം ടഫ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അത് അവിടെ നടക്കുന്നത് നിങ്ങൾ 2018 കാലഘട്ടങ്ങളിലാണ്. സഹകരണ മേഖലയിൽ 2018 കാലഘട്ടങ്ങളിലെ ഒരു വേക്കൻസീസോ അല്ലെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റ്സ് ഒന്നും അല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. കാരണം എൻറ്റയർലി ചേഞ്ച് ആയിരിക്കുന്നു. കാരണം കറണ്ട് സിനാരി എന്ന് പറയുന്നത് വളരെ ഒരുപാട് പേര് സഹകരണ മേഖല ഒരുപക്ഷെ ആദ്യമൊന്നും ഈ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇത്ര പേരിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവുന്ന വിചാരിച്ചില്ല. അപ്പൊ ഇവിടെ ഒരുപാട് പേര് അതിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എക്സാമിനേഷന്റെ ലെവലും മാറാൻ സാധ്യതയുണ്ട്. അതെ റിവൈസ് ചെയ്യുന്നത് 2020 ഈ ഒരു എക്സാം ലാസ്റ്റ് നടന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കാം എക്സാം ലെവല് നമുക്ക് വെച്ച് അധികം പറയാൻ പറ്റില്ല. അപ്പൊ പുതിയ എക്സാം ലെവലിന്റെ പാറ്റേണും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. എല്ലാവരും തന്നെ ഒരു വലിയ ടീമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു കോൺഫിഡന്റോടുകൂടി നിങ്ങൾക്ക് നിങ്ങൾ ആ കാര്യത്തിൽ കുറിച്ച് ഒട്ടും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ വേക്കൻസീസ് തീർച്ചയായിട്ടും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. മിക്കവാറും നല്ല വേക്കൻസീസ്. കാരണം ഇത്രയും അതെ എക്സാമിന്റെ ഇടയില് 400 to 500 ആൾക്കാർക്ക് ജോലി കിട്ടിയിരുന്നു. ഈ വർഷം ഈ ഒരു എക്സാമിന് ഇത്രയും ഗ്യാപ്പ് കൂടി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഒരു വലിയ ആ ഒരു വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ചില്ലറ വേക്കൻസീസ് അല്ല. അപ്പൊ കോമ്പറ്റീഷൻ കൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തയ്യാറെടുപ്പ് കുറച്ചുകൂടി നന്നാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോമ്പറ്റീഷൻ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുള്ളൂ തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇത്രയും വേക്കൻസീസ് ഇതൊരു വളരെ ഗ്ലാമർ പോസ്റ്റ് ആണ്. ഈ ഒരു സംഘത്തിൽ കുറച്ചധികം ഇങ്ങനെ കണ്ടിങ്ങനെ കുറച്ച് കൂടുതലേക്കാം അല്ലേ. കാരണം ആ മനസ്സ് അവിടെ പതിയണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പതിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇവിടെ ഇങ്ങനെ കൊള്ളണം. ഇവിടെ കൊണ്ടാലേ നമുക്ക് ഈ പുസ്തകമൊക്കെ തുറന്നെങ്കിൽ ഉറക്കം വരാതിരിക്കലും നന്നായിട്ട് പഠിക്കാൻ തോന്നണൊക്കെ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു സംഖ്യ എന്താണ് മനസ്സിൽ പതിയണം. തീർച്ചയായും വലിയൊരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് അടുത്ത് നമുക്കതിൽ അതുപോലെ നമ്മുടെ JCIയുടെ ആയാലും കേരള ബാങ്കിന്റെ ആയാലും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പറ്റുന്ന ന്യൂസ് കിട്ടുമ്പോൾ തന്നെ എല്ലാ കുട്ടികളും ചോദിക്കണം മിസ് എക്സാം എന്നായിരിക്കും. PSC ആയതുകൊണ്ട് PSC വഴിയാണ് മിസ് എക്സാം എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടതാണ് ഈ ഒരു സംഗതി. ഈ സാലറി ആദ്യം മനസ്സിൽ കാണാം. അത് വെച്ചെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം എക്സാമിന് എന്താ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പൊ എക്സാം നമുക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാം. പക്ഷെ പഠനം നമ്മള് ഇപ്പോഴേ തന്നെ തുടങ്ങണം. അപ്പോൾ എക്സാം എത്തി പല ബിരുദന്മാരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ എക്സാം ഡേറ്റ് വന്നാലാണ് പഠിക്കാൻ തുടങ്ങുള്ളൂ. എക്സാം ഡേറ്റ് വന്നാൽ പഠിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പറയുകയോ ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യം ഓടി തുടങ്ങുന്നവർക്ക് എന്താ പറയുക, വളരെ കംഫർട്ടായിട്ട് ഓടി ഫിനിഷ് ചെയ്യാം. അല്ലാത്ത അതെ അപ്പൊ മറ്റവർക്ക് എന്താ പ്രശ്നം പറഞ്ഞാൽ ഈ ഓട്ടത്തിന്റെ ഇടയിൽ ആകെ 100 മീറ്റർ ഓടി എടുത്തണം. അത് എപ്പോഴും നടക്കുന്നുള്ളത് മനസ്സിലാവില്ലല്ലോ. അപ്പൊ നല്ല കംഫർട്ടായിട്ട് ഓടി തുടങ്ങി നമ്മൾ ആദ്യമേ പഠിച്ചോണം. കാരണം ചെറിയൊരു സിലബസ് അല്ല നമുക്ക് കവർ ചെയ്യാനുള്ളത് അല്ലേ. സിലബസ് നമുക്ക് ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി നന്നായിട്ട് തന്നെ കവർ ചെയ്യാം. നല്ല സിലബസ് എന്നാൽ നമ്മൾ പഠിച്ചു തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചാണ്. പക്ഷെ അതിന്റെ ഒന്നും ആ പഠിച്ച ലെവല് പോരാ അവിടെ. ഇപ്പൊ നമ്മളിപ്പോ CSEB പഠിക്കുമ്പോൾ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് പഠിക്കുന്നുണ്ട്. പക്ഷെ ആ ലെവലിൽ മാത്രം കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ പഠിച്ചു വെച്ച് എന്ത് ചെയ്തില്ല, JCയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അവിടെ പ്രശ്നമുണ്ട്. അതുപോലെ ഈ ഒരു സിലബസ് വെച്ച് നമുക്ക് കേരള ബാങ്കിന്റെയും പഠിക്കാനായിട്ട് സാധിക്കും. അതും ഒരു പ്ലസ് പോയിന്റ് ആണ് നമുക്ക്. തീർച്ചയായിട്ടും. പിന്നെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ BCom വിത്ത് കോപ്പറേഷനുള്ള ഒരു വ്യക്തിക്ക് പാട്ടും പാടി എന്ത് ചെയ്യാം, ആ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോകാൻ ഒരാളും നിങ്ങളെ തടഞ്ഞു നിർത്തുന്നതല്ല. തീർച്ചയായിട്ടും നിങ്ങൾ കയറി പോകാം. അതെ യോഗ്യത മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ പോയി അവിടെ എക്സാമിനേഷൻ എഴുതാനുള്ളത്. മറ്റ് ഡിഗ്രിക്കാർക്കാണെങ്കിൽ JDC HDC നമുക്കറിയാം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന JDC HDC നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്കും ഇന്ന് ഈ എക്സാമിനേഷനിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതെ ഒരു കാറ്റഗറൈസേഷനിലാണ് സാധാരണഗതിയിൽ വരാറ്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഡിഗ്രിയുടെ ഒപ്പം JDC HDC ചെയ്ത് വന്നവർക്ക് JDC HDC ബേസ് ചെയ്തുകൊണ്ടുള്ള സിലബസിൽ ഒരുപാട് ഇപ്പൊ ഭയങ്കരമായിട്ട് നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും ആ പുസ്തകങ്ങൾ എടുത്ത് വളരെ കാരണം JDC HDCയുടെ ടെക്സ്റ്റ് ബുക്കുകൾ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കാണാം. നമ്മുടെ ആപ്പിലാണെങ്കിൽ അതിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം.
പിന്നെ നമുക്കറിയാം നമ്മൾ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി BSc കോർപ്പറേഷൻ ബാങ്കിങ് അല്ലേ, വളരെ കുറച്ച് മണ്ണുത്തിയ ഭാഗത്തുള്ള കുറച്ച് ആ ഒരു യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ചെറിയൊരു കോഴ്സാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ റൂറൽ സർവീസ് വിത്ത് കോർപ്പറേഷൻ സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ കോർപ്പറേഷൻ ഡിഗ്രി ബാച്ചലർ അവാർഡ് ബൈ ദി ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീംഡ് യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ്. അതൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു അധിക യോഗ്യതയായിട്ടുള്ളവർക്ക് ഇതൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും. ഒന്നാം വളരെ റയറായിട്ട് കാറ്റഗറിയിലാണ് ഇതൊക്കെ വരുന്നത്. എങ്കിലും ഈ യോഗ്യത കൂടി ഉള്ളവർക്ക്, കാരണം നമുക്കറിയാം പലരും ഇപ്പോൾ ഈ BSc കോർപ്പറേഷൻ ബാങ്കിങ് ഒക്കെ ഒരുപാടുള്ള ഭാഗങ്ങളുണ്ട്, തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അത്തരക്കാർക്ക് ഈ ഒരു എക്സാമിനേഷനിൽ എഴുതാൻ വേണ്ടി പെട്ടെന്ന് സാധിക്കുന്നതാണ്. മെയിനായിട്ട് BCom വിത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ എനി ഡിഗ്രി വിത്ത് HDC ഒരു JDC ആണ് സാധാരണ വരാറ്. ഇപ്പൊ നമ്മള് സൂപ്പർവൈസേഴ്സ്, ഇൻസ്പെക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി സൊസൈറ്റി സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് SSLC അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സ് പാസ്സായവര് അതിന്റെ കൂടെ തന്നെ എന്തും കൂടി വേണം, HDC അല്ലെങ്കിൽ JDC ഉണ്ടായിരിക്കണം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇതും കൂടിയാണ്. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം കൂടി 5 years 5 വർഷത്തെ ഒരു സർവീസ് മിനിമം വേണം. അതായത് നിങ്ങളിപ്പോൾ ഒരു സർവീസ് കയറി 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ ഞങ്ങൾക്ക് ഇത് എഴുതാൻ ഒരു അവസരം ഉണ്ടെന്ന് ചോദിക്കുന്നത്. കാരണം 5 വർഷത്തെ, പക്ഷേ ഈ 5 വർഷം സർവീസ് ഒന്നും മോശം സർവീസ് അല്ല. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് സൂപ്പർവൈസർ 8 വർഷത്തോളം ചോദിച്ചിരുന്നു. സൂപ്പർവൈസ് കാരൽ അതിൽ 3 വർഷം സൂപ്പർവൈസർ കാരൽ വേണം. അപ്പോൾ 5 വർഷം ഒന്നും ഒരു മോശം സർവീസ് അല്ല. അപ്പോൾ നോക്കി നോക്കുമ്പോൾ 2018 ഈ ഒരു എക്സാമിനേഷന് ശ്രമിച്ചിരുന്ന സമയത്ത് CSEB കയറി ഒരാളെന്ന് ചോദിച്ചാൽ അയാൾക്ക് എന്തായാലും 2023 എന്തായാലും ഉണ്ടാവും 5 വർഷത്തെ സർവീസ് പൂർത്തി. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് JC കിട്ടാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് തീർച്ചയായിട്ടും ആ ഒരു JC എക്സാമിനേഷന് വേണ്ടി അതെ തുടങ്ങുന്നവരോട് CSEB കൂടി വച്ച് പഠിക്കാൻ. ചിലവർ CSEB എക്സാം എഴുതാത്തവരുണ്ട്. കേരള ബാങ്ക് അല്ലെങ്കിൽ JCA മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് CSEB എക്സാമും കൂടി എഴുതാം. കാരണം JCA കേരള ബാങ്ക് ഒക്കെ നോക്കുമ്പോൾ അതിന്റെ സിലബസ് വളരെ കുറവാണ്. അപ്പൊ അത് പഠിച്ചെഴുതി കിട്ടിക്കഴിഞ്ഞാൽ JCA നമുക്ക് എങ്ങാനും ജസ്റ്റ് ഒരു മാർക്കിന് പോയാൽ 5 വർഷം എന്താ കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്ലസ് പോയിന്റും കൂടി ഉണ്ട്. ആ ഒരു പ്ലസ് പോയിന്റിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല ഈ പറയുന്ന സൊസൈറ്റി കാറ്റഗറൈസേഷൻ റിസർവേഷൻ ഒക്കെ ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള ബാങ്കിൽ എത്ര ശതമാനം പോസ്റ്റുകൾ സൊസൈറ്റി കാറ്റഗറിക്ക് വരികയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയി. പിന്നെ എന്താ പ്രശ്നം പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടി പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഡെസ്പ് ആവും. നമ്മൾ എല്ലാത്തിനും വേണ്ടി പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് നഷ്ടപ്പെട്ടാലും അടുത്തത് ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി എല്ലാ എക്സാമിനേഷൻസും ഒരുപോലെ തയ്യാറെടുക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും, ഗുണകരമായിരിക്കും. എല്ലാത്തിനും അതെ സെയിം തന്നെയാണ്. എല്ലാവരും കേരള ബാങ്കിന്റെയും JCയുടെ ഒക്കെ സിലബസ് എന്താ സിലബസിൽ മെയിൻ ആയിട്ട് തന്നെ കോർപ്പറേഷനും. നിങ്ങൾക്ക് കോർപ്പറേഷൻ പഠിക്കാതെ ഒരു കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറാൻ പറ്റില്ല. അതിന്റെ ലോ പഠിക്കണം, അതിന്റെ ലെജിസ്ലേഷൻ പഠിക്കണം. അത് പഠിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സിലബസും ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അപ്പൊ അത് തന്നെ എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് നിങ്ങൾ എടുത്തിട്ട് കോപ്പറേറ്റ് ലെജിസ്ലേഷൻസും കോപ്പറേറ്റീവ് ഓഡിറ്റിംഗും മാത്രം ഒന്ന് എടുത്ത് നോക്ക്. അത് തന്നെ നിങ്ങൾക്ക് എത്ര മാസം പഠിക്കാണ്ട്. അതെ അത് തന്നെ നിങ്ങൾക്ക് എത്ര മാസം പഠിക്കാണ്ട്, ഒരുപാട് മാസം പഠിക്കണം. അപ്പൊ നിങ്ങൾ സിലബസിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് കേരള ബാങ്കിനാണോ കോപ്പറേറ്റീവ് ബാങ്കിനോ എന്തിന്റെ സിലബസ് ഇടയിലും നിങ്ങൾ ബേസിക് ഓപ്പറേഷൻ പറ്റി പഠിച്ചു തുടങ്ങിക്കോ. കാരണം ഇത് ചോദിക്കാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയും പോയിട്ടില്ല. കാരണം ഇത് ഈ സിലബസ് ഇല്ലാത്ത ഒരു സിലബസ് ഇനി വരാനും പോകുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ ആ ഒരു സിലബസിന്റെ ഒരു ഓവറോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? സിലബസിൽ നമുക്ക് സിലബസിന്റെ ലാസ്റ്റ്, അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ സിലബസിന്റെ ലാസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്നത്, ഇത് കണ്ടാൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതുപോലെ ഉണ്ടോ? നമ്മുടെ കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നു. അതായത് ലാസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ക്വാളിഫിക്കേഷൻ വൈസും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്നും ഇല്ല. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറിന്റെ ഏറ്റവും കൂടിയ യോഗ്യത പറയുന്ന MBA ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ആ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ വരാന്ന് പറയുമ്പോൾ ഇവിടെയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്താണ് ഈ ഒരു ഡിഗ്രി യോഗ്യത എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. അത് അവർ കൃത്യമായി പറഞ്ഞു വെക്കണം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അത്രയും ചോദ്യങ്ങൾ ധാരാളമായിട്ട് വന്നുകൊണ്ട് വെറുതെ പറയുന്ന കൂടിയല്ല. നമ്മളൊന്ന് പാറ്റേൺ എടുത്ത് മനസ്സിലാക്കി നമ്മൾ ഇപ്പൊ കവർ ചെയ്യുന്ന സിലബസ് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള സിലബസിനും ചോദ്യങ്ങൾ പറയുന്നുണ്ട് കൃത്യമായി. അതെ, സിലബസ് നമുക്കൊരു ഒരു ബേസിക് മാത്രമാണ്. സിലബസ് ഇന്നതൊക്കെ പഠിക്കണം, നമുക്കൊരു ഓവറോൾ വ്യൂ കിട്ടാനാണ്. അതിനപ്പുറത്തേക്ക് വരുന്ന ഏതൊരു ചോദ്യത്തെയും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നേരിടാൻ തയ്യാറായിരിക്കണം. അപ്പൊ ഒന്ന് ഓവറോൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബേസിക് അത് പഠിക്കാതെ നിങ്ങൾക്ക് പഠിക്കണം. കാരണം കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് മുതൽ കോപ്പറേറ്റീവ് ലോ ഞങ്ങൾ വിശദമായിട്ട് സിലബസിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതിൽ വിശദമായി സിലബസിന് പറയുന്നത്. എങ്കിലും ഇതെന്താണെന്ന് ജസ്റ്റ് ബേസിക് മനസ്സിലാക്കിയ കോപ്പറേഷൻ മൂവ്മെന്റും കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻസും ലോ ആണ് ഇതിൽ വരുന്നത്. അതെ, അതെല്ലാം അതിൽ കൃത്യമായി വരുന്നു. ലോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ലോ പഠിക്കാൻ മടി വിചാരിക്കരുത്.
പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് അവിടെ നിന്നായിരിക്കും സ്കോർ. കാരണം സ്കോർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കോപ്പറേഷൻ പഠിക്കുക വിചാരിച്ചോ, 5 ദിവസം നോക്കി നോക്കുക, കോപ്പറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എവിടുന്ന് വേണമെങ്കിലും കോപ്പറേഷൻ ചോദിക്കാം. ലോ എവിടുന്നേ ചോദിക്കാൻ പറ്റും, അതിന്റെ ഉള്ളിൽ നിന്നല്ലേ ചോദിക്കാൻ പറ്റൂ. ഈ പറയുന്ന ലോയിൽ നിന്നല്ലാതെ ലോയുടെ പുറത്തുനിന്ന് ഒരു ലോ ചോദ്യമില്ല. അപ്പൊ ലോ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലിമിറ്റഡ് ചോദ്യംസ് എളുപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അവിടെ പലരും കാണിക്കുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ലോ പഠിക്കില്ല, കോപ്പറേഷൻ കൂടുതൽ പഠിക്കും. കോപ്പറേഷൻ പ്രശ്നം എന്താ, നിങ്ങൾക്ക് എവിടുന്നും ചോദിക്കാം. കോപ്പറേഷൻ വൈഡ് സബ്ജക്റ്റാ, എവിടുന്നൊക്കെ എവിടുന്നും ചോദിക്കാം. പക്ഷെ കോപ്പറേറ്റീവ് ലോ എന്താണ്, അവിടുന്നേ ചോദിക്കാം. കാരണം അതേ ലോ ഉള്ളൂ, നിയമത്തിനല്ലാതെ നിയമത്തിന് പുറത്തുനിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അത് ലോ വളരെ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ലോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മിക്കവാറും കുട്ടികൾ എന്താ ചെയ്യുന്നത്, സെക്ഷൻ പഠിക്കും, റൂൾസിന് അധികം കോൺസെൻട്രേഷൻ കൊടുക്കൂല. ഇപ്പോഴത്തെ CSEB-യുടെ എക്സാം എടുത്തൊക്കെ നമുക്കറിയാം, റൂൾസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സെക്ഷനും റൂൾസും ഒരുമിച്ച് തുല്യ പ്രാധാന്യത്തോടെ തന്നെ പഠിക്കണം. സെക്ഷൻസ് എന്താ അറിയോ, നിങ്ങൾ പഠിക്കുന്നത് എന്തുകൊണ്ട് അറിയോ, കുറച്ചുകൂടി എളുപ്പമായി. അതുകൊണ്ട് അതെ, അതാണ് ഈ പ്രശ്നം. നിങ്ങൾ എപ്പോഴും എളുപ്പത്തിലേക്ക് കിടക്കുന്നതുകൊണ്ടാണ് സെക്ഷൻസ് കുഴപ്പമില്ല. ഇനി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും തെറ്റ് ഇങ്ങനെ 31, 35, 30 റൂള് വരുമ്പോൾ എന്താണ് കുറച്ച് പ്രശ്നക്കാരാണ്. പിന്നെ നമ്പറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതും കൃത്യമായി പഠിക്കണം. കാരണം കൂടുതലായിട്ട് റൂൾസ് എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ വരുന്നത്. പിന്നെ ഓഡിറ്റിങ്ങിന്റെ ഭാഗം നമ്മുടെ മാറ്റി വെച്ചതാണ്, ജൂനിയർ ക്ലർക്കിന് മാത്രം. അതെ, സെക്രട്ടറിക്ക് ഉണ്ട്, ജൂനിയർ ക്ലർക്കിന് ആദ്യം ഉണ്ടായിരുന്നു, അത് പിന്നീട് ഒഴിവാക്കിയതാണ് ഓഡിറ്റിംഗിന്റെ ഭാഗം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും ടോപ്പിക്കും ആയിട്ടുള്ള ഓഡിറ്റിംഗ്, പഠിക്കാൻ എളുപ്പമാണ്. കാരണം ഓഡിറ്റിംഗ് ഇതേപോലെ ഈ കോർപ്പറേറ്റ് ലോയുടെ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളുണ്ട്, അത് അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ. ഇപ്പൊ ഓഡിറ്റിംഗ് എന്താണ്, ഒരു ഓഡിറ്ററുടെ ചുമതലകൾ എന്താണ്, അതിന്റെ റെസ്പോൺസിബിൾ പവേഴ്സും, ഇത് വളരെ എളുപ്പമാണ്. ഇപ്പൊ ബികോം പഠിച്ചവരാണെങ്കിലും അവർക്ക് ഓഡിറ്റിംഗ് ഉണ്ടാവില്ല, HDC GDC പഠിച്ച് വന്നവരാണെങ്കിൽ അവർക്ക് ഓഡിറ്റിംഗ് പേപ്പർ ഉണ്ടാവും. ആ സിലബസിനെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. പിന്നെ ബാങ്കിങ് വൈഡ് സിലബസ്, എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. ട്രഡീഷണൽ ബാങ്കിങ്ങിൽ തുടങ്ങി ഏറ്റവും മോസ്റ്റ് റീസെന്റ് ട്രെൻഡ് വരെ, കാരണം വേണമെങ്കിൽ തലേ ദിവസത്തെ ഏറ്റവും വലിയ ട്രെൻഡ് വരെ അവർക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. മോഡേൺ ബാങ്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പോയേ പറ്റുള്ളൂ. കാരണം ബാങ്കിങ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്ഡേഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. അപ്ഡേഷൻസ് പഠിക്കുമ്പോൾ അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഇത് പറ്റിയ റാങ്ക് ഫയൽ എന്താണ്, അല്ലെങ്കിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത്, ഈ റാങ്ക് ഫയലിന്റെ പരിമിതി പറയുന്നത് അത് 1 വർഷം മുമ്പ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയതായിരിക്കും, അല്ലെ 6 മാസം മുമ്പ്. അപ്പൊ അതിൽ കഴിഞ്ഞിട്ട് 6 മാസത്തിനിടയ്ക്ക് ബാങ്കിങ്ങിൽ എന്തോരം അഡ്വാൻസ് ആണെന്നുണ്ടോ, അതൊന്നും ഇതിലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ കൃത്യമായി നമ്മളും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതിനുള്ള സൗകര്യം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലൊരു ഒരു സ്മാർട്ട് ഫോൺ മാത്രം എന്ത് ചെയ്യാൻ എല്ലാ വിവരങ്ങളും നമ്മളിലേക്ക് എത്താൻ. അതെ, ബാങ്കിങ്ങിലെ കൂടുതൽ അറിയാൻ വേണ്ടി എൻട്രി ബാങ്കിങ്ങിലെ ചാനൽ ഡെയിലി ഡോസ് എന്ന് പറഞ്ഞ് എന്നും നമ്മുടെ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്, അത് കാണാം. അത് കൂടാതെ നമ്മുടെ ചാനലിൽ എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്ങിലാണെങ്കിലും ബാങ്കിങ്ങിന്റെ ക്ലാസ് ഉണ്ട്. നമ്മുടെ കോപ്പറേറ്റീവിന്റെ എൻട്രിയുടെ ആപ്പിലാണെങ്കിലും ജിസ്നാമിസ് ബാങ്കിങ് നല്ല അടിപൊളിയായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ 4 hours സെക്ഷൻ കണ്ടവർക്ക്, യൂട്യൂബിൽ സെക്ഷൻ കണ്ടവർക്ക് മനസ്സിലായി കാണും. ബാങ്കിങ്ങിന് ഇപ്പൊ മോഡേൺ ബാങ്കിങ്ങിൽ ഞങ്ങളാൽ കഴിയുന്ന വിധം 100% അപ്ഡേഷൻസ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. പിന്നെയാണ് IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്ന സംഭവം. അത് ബേസിക് IT എന്ന് തുടങ്ങി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട. കാരണം നമ്മളിപ്പോൾ ഒരു ചെല്ലുന്നൊരു സ്ഥാപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്, അല്ലേ? ഈ എഴുത്തും ഇതൊക്കെ കഴിഞ്ഞു. അതെ, നമുക്ക് മിക്കവാർക്കും പേർക്ക് പറ്റണെന്ന് വെച്ചാൽ IT ഒരു ലാസ്റ്റത്തേക്ക് വെക്കും, അല്ലെങ്കിൽ തൊടില്ല. കഴിഞ്ഞൊരു PSC എക്സാമിന് കണ്ടാണ് IT ആയിരുന്നു ഏറ്റവും പാടുന്ന എല്ലാ കുട്ടികളും പറഞ്ഞു. കാരണം IT പക്ഷേ ക്വസ്റ്റ്യൻസ് എടുത്തൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, പക്ഷെ എന്താന്ന് വെച്ചാൽ അവർ പഠിച്ചിട്ടില്ല, അതിനുള്ള പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ള വളരെ പ്രശ്നം. അപ്പോൾ IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോലും തുടങ്ങിയിരിക്കുന്ന അവസാനം വരുന്ന ചെറിയ കാര്യങ്ങളൊക്കെയാണെങ്കിലും ഒരു അതെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന, കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അറിയാത്തൊരു ചോദ്യം ഇവിടെ ഒന്നും പറഞ്ഞ് നമ്മൾ സംഭവിക്കില്ല. കാരണം നിങ്ങളൊക്കെ അറിവ് എനിക്ക് തോന്നുന്നില്ല, കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ചോദ്യം ഇടുന്നവർക്കൊക്കെ ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ അത് വളരെ എളുപ്പമാണ്. പിന്നെ അക്കൗണ്ടൻസി നമുക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. പ്ലസ് നമുക്കറിയാം അക്കൗണ്ടൻസി ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നൊക്കെ മറികടന്ന് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിംഗ് ഒക്കെ ആയിട്ട് വളരെ വലിയ രീതിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. സോ നമ്മളും അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആയ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിംഗ് അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഈ 3 നിങ്ങൾ നന്നായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം. അവിടുന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എന്റെ ഒരു രീതി പറഞ്ഞ അക്കൗണ്ടൻസി തിയറിയിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. തിയറി ഒരു പരിധി കഴിഞ്ഞ ഒരു ബേസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ഈ പ്രിൻസിപ്പിൾസ് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കേസ് സ്റ്റഡി ആയിട്ട് വരുന്നപ്പോൾ നിങ്ങൾ ഒരു കേസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ഇപ്പോൾ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നമുക്കറിയാം, ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അറിയാം. പക്ഷെ അത് കേസിലേക്ക് വരുന്ന സമയത്ത് ഇത് ഗോയിങ് കൺസേൺ ആണ്, ഇത് ഗോയിങ് കൺസേൺ ആണോ അല്ലെങ്കിൽ മറ്റ് കൺസർവേറ്റീവ്സ് ആണോ, ഏത് കൺസെപ്റ്റ് ആണ് നമുക്ക് മനസ്സിലായി പോകത്തില്ല. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. പലർക്കും ഉള്ള മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ മടിയാണ്. ഇവർ ടോപ്പിക് വൈസ് ഇങ്ങനെ പഠിച്ചു വെക്കും,
ക്വസ്റ്റ്യൻസ്. അക്കൗണ്ടൻസി കോൺഫിഡൻസ് തോന്നും, പഠിച്ചു തോന്നും. പക്ഷെ അവിടെ നിങ്ങൾ നിർത്തരുത്. കാരണം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കണം. മാക്സിമം ക്വസ്റ്റ്യൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏത് രീതിയിലാണ് പറഞ്ഞത്. എസ്പെഷ്യലി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അതെന്താന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അതിലെ കേസ് സ്റ്റഡി വെച്ച് പഠിക്കണം. അതായത് അവിടെ നിങ്ങൾക്ക് വരികയാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്, പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അപ്പോഴേ ഫസ്റ്റ് ഓവർ ഡ്രാഫ്റ്റ് വന്നപ്പോഴേ നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം പോയി. എവിടെ പാസ്ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ബാലൻസ് അതെ തെറ്റിപ്പോയി. അതായത് കൺഫ്യൂഷൻ വന്നു. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ വരുന്ന എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ കേസ് സ്റ്റഡി ചെയ്തിട്ടില്ല. നിങ്ങൾ എന്താണ് ബാങ്ക് റീകൺസിലെ സ്റ്റേറ്റ്മെന്റ് എന്ന് മനസ്സിലാക്കി, അത് ഇന്നത് ആഡ് ചെയ്യണം, ഇന്നത് ലെസ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു ചോദ്യം വന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല, അത് ഇത്ര മൈനസ് ഇത്ര പ്ലസ് എന്ന് കാണിക്കാൻ മാത്രമേ ഉള്ളൂ. അതെന്തെങ്കിലും ജസ്റ്റ് ലോജിക്കൽ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അത് എവിടെ പറ്റുള്ളൂ, MCQs ചെയ്ത് പഠിച്ചാലേ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അതെ, പഠിക്കാനായിട്ട് അപ്ഡേഷൻസ് കിട്ടാൻ വേണ്ടി ബാങ്കിങ്ങിലും MCQs ചെയ്ത് പഠിക്കുക വളരെ നല്ലതാണത്. അടുത്തത് എക്കണോമിക്സ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ. കാരണം നമ്മുടെ ഒരു സിലബസിൽ എക്കണോമിക്സിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ എക്കണോമിക്സിൽ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം. അതുപോലെ ടാക്സിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പോവാം, കാരണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ GSTയുടെ ഒക്കെ ബേസിക് ടേംസ് ഒക്കെ ചോദിക്കും. അപ്പോൾ GST, CGST, SGST എന്ന് പറയുന്ന അതുപോലെ GST കൗൺസിലിന്റെ കാര്യങ്ങൾ, GST കേരളത്തിന്റെ GST നമ്പർ ഉള്ള സംഭവങ്ങൾ, ഇതൊക്കെ ബേസിക് കാര്യങ്ങൾ എന്ത് ചെയ്യാം ചോദ്യങ്ങൾ വരാം. കാരണം പോസ്റ്റ് അത്രത്തോളം എന്താണ് വളരെ വലിയൊരു പോസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മേഖലയിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കാവുന്നതാണ്. കുറെ കുട്ടികൾക്ക് IT മാറിയിട്ട് ഇംഗ്ലീഷ് വരുമോ GK വരുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ എക്സാമിന് IT ആയിരുന്നു. അപ്പൊ ഈ വർഷം ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് എക്സാമിന് IT തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ GK വന്നാലും എന്താ, സിലബസ് വന്നു കഴിഞ്ഞാൽ നമ്മള് പഠിച്ചു. കാരണം ഓൾറെഡി കേരള ബാങ്കിന് വേണ്ടി നമ്മള് പയ്യെ നോക്കണ്ട്. CSEB നമുക്ക് എവിടെ ഇടപെട്ടിട്ട് സിലബസ് മാറ്റാൻ പറ്റൂല. നമുക്ക് എന്താ പറ്റുക, വന്നു കഴിഞ്ഞാൽ അതാണെങ്കിൽ അത് പഠിക്കുക. പക്ഷെ എന്താ ഗുണം എന്നറിയോ, നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ അതിപ്പോ മാറിപ്പോയില്ല, എന്താണ് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ നിങ്ങൾ IT പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെറുതെ ആവില്ല. എവിടെ ഇഷ്ടം പോലെ എക്സാമിനേഷൻ വരികയാണ്, എല്ലാത്തിലും IT വരുന്നു, ഒക്കെ IT വരുന്നുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് തീർച്ചയായും അപ്പൊ ഒന്നും വെറുതെ ആവില്ല, എല്ലാം കൃത്യമായി പഠിക്കുക. ഇനി സിലബസ് അപ്ഡേഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റം വന്നാൽ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കൃത്യം ലഭിക്കും. ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട കോർപ്പറേഷൻ, കോപ്പറേറ്റീവ് ലോ, ഓഡിറ്റിംഗ്, ബാങ്കിങ്, കോസ്റ്റിംഗ്, അക്കൗണ്ടൻസി, അത് കഴിഞ്ഞ് IT, പിന്നെ എക്കണോമിക്സ്, GK, ഇംഗ്ലീഷും മാത്സും GK ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിൽ പോലും നിങ്ങൾ നോക്കി വെക്കാം, ബാങ്കിന് ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി, CSEB-ലായാലും ഉണ്ട്, അതെ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇത്രയും ആണ് സിലബസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊരു എക്സ്പെക്ടഡ് കാര്യങ്ങളാണ്, ഇങ്ങനെയാണ് വരുന്നത്. നമ്മളൊരു ഓവറോൾ ഇതായിട്ട് അപ്പൊ കൃത്യമായ സിലബസ് വരുന്ന സമയത്ത് അതിൽ അപ്ഡേഷൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു വളരെ വലിയൊരു അവസരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. അതെ, ആ സുവർണ്ണ അവസരം എന്ത് ചെയ്യാൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതിന് ആദ്യം ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. നിങ്ങൾ എക്സാം ഡേറ്റിന് വേണ്ടിയിട്ടോ സിലബസിന് വേണ്ടിയിട്ടോ ഈ സിലബസ് ഇതൊക്കെ കൃത്യമായി വന്നോളൂ. ഇതൊക്കെ നോക്കാൻ കൃത്യമായ ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ കൃത്യമായി അതെ ഇവിടെ നമുക്ക് നമ്മളൊരു വീഡിയോ ചെയ്ത് ആ വീഡിയോയുടെ ഏറ്റവും കൂടുതൽ ഒരു കമന്റ് എന്ന് എക്സാം ഡേറ്റ് എന്താണ്, സിലബസ് വന്നോ, ഇത് PSC കൃത്യമായ നോട്ടിഫിക്കേഷൻ ഇറക്കും, കൃത്യമായ സിലബസ് വരും, കൃത്യസമയത്ത് പരീക്ഷ നടക്കും. ഇതിലൊക്കെ പ്രധാനം എന്താ, നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അത് മാത്രം നമ്മൾ വിട്ടു. നമ്മൾ എന്തിനൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും, എക്സാം ഡേറ്റിന് കോൺസെൻട്രേറ്റ് ചെയ്യും, സിലബസിൽ കോൺട്രാക്ട് ചെയ്യും, അതിന് നോട്ടിഫിക്കേഷൻ വന്ന് എന്ത് ചെയ്യും, ഇനി അതിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അതിലൂടി. പക്ഷെ എന്തില്ല, പഠിച്ചു തുടങ്ങില്ല. നിങ്ങൾ എക്സാം ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേ വേണ്ട, കൃത്യമായി പഠിച്ചു. കാരണം നിങ്ങൾ പഠിക്കുന്നു വെറുതെ ആവില്ല. ഇപ്പോൾ കോർപ്പറേഷൻ നിങ്ങൾ ബേസിക് മുതൽ പഠിച്ചു, കോപ്പറേറ്റീവ് ലോ പഠിച്ചു, ഇത് എവിടേക്കെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടോ, എവിടെയെങ്കിലും നിങ്ങൾക്ക് വെറുതെ ആവുന്നു ഇല്ല. ഇനി വരാൻ പോകുന്ന എല്ലാ കോപ്പറേറ്റീവ് എക്സാമിനേഷൻസും നിങ്ങൾക്ക് കോപ്പറേറ്റീവ് മൂവ്മെന്റ്സ് പഠിക്കണം, ലോ പഠിക്കണം. ഇത് പഠിച്ചു തുടങ്ങി. അതെ, 3 മാസം അല്ലെങ്കിൽ മാക്സിമം 4 മാസം കൂടുമ്പോൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അതെ, പുതിയ നോട്ടിഫിക്കേഷൻ വന്ന എക്സാമിനേഷൻ ഏപ്രിലിൽ നടക്കാൻ പോകുന്നു. അടുത്ത എക്സാം ജനുവരി 13, ഇനി അടുത്ത ഏപ്രിലിൽ നടക്കാൻ പോകുന്നു. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നു. ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, വെറുതെ ആവില്ല. അപ്പോൾ വളരെ വലിയൊരു അവസരമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ അപ്ഡേറ്റഡ് സിലബസ് വരുമ്പോൾ ആ ക്ലാസ്സുകളും മറ്റു ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യാണ്, തീർച്ചയായിട്ടും എൻട്രി കോപ്പറേറ്റീവ് നമ്മളുടെ ടെൻഷൻ എടുക്കണം. കാരണം കേരള ബാങ്കിന്റെ ഉണ്ട്, KFED-ന്റെ ഉണ്ട്. JC-യുടെയും ഡേറ്റ് എന്താ, അടുത്ത് തന്നെ വരും. അപ്പൊ നന്നായിട്ട് ഇന്ന് പഠിക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. നന്നായിട്ട് പഠിക്കുക, അതുപോലെ നന്നായിട്ട് എന്താ ആഗ്രഹിക്കുക. നമ്മുടെ ആൽക്കമിസ്റ്റിൽ പറയുന്നുണ്ട്, നന്നായിട്ട് ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചാൽ അത് നടക്കും. അപ്പൊ അതിനുവേണ്ടി ഈ പ്രകൃതി പോലും നമുക്ക് ഗൂഢാലോചന ചെയ്തു തരുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് വെറുതെ പറയുന്നല്ല. തീർച്ചയായും അതെ, ആഗ്രഹങ്ങൾ കൂടി പോയി. എനിക്ക് തോന്നുന്നുണ്ട് ഈ സഹകരണ മേഖലയിൽ ഞാൻ ഈ അടുത്ത കാലത്തോളം ഒരു പക്ഷേ ഇത്രയും നോട്ടിഫിക്കേഷൻ
അതെ, ഇത്രയും നോട്ടിഫിക്കേഷൻസ് അടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. നോക്കി നോക്കൂ, നിങ്ങൾ എടുത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി എത്ര വേക്കൻസി CSEB എക്സാമിനേഷൻ. അതെ, ജനുവരി 13 എക്സാം നടക്കുന്നു. ഏപ്രിൽ അടുത്ത എക്സാമിനേഷന് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന് ഏപ്രിൽ എക്സാമിനേഷൻ നടക്കും. KRFED എക്സാമിനേഷൻ വരുന്നു. അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ വിളിച്ചിരിക്കുന്നു. കോൺഫിഡൻസ് അസിസ്റ്റ് വന്നിരിക്കുന്നു. ഇനി ക്ലർക്ക് ഓർ ക്യാഷ്യർ വരാൻ കിടക്കുന്നുണ്ട്. ഇനി വെടിക്കെട്ട് തുടങ്ങാൻ കിടക്കുന്നുള്ളൂ ക്ലർക്ക് ഓർ ക്യാഷ്യറിന്റെ. അതുപോലെ തന്നെ ഒരുപാട് അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേറെ പോസ്റ്റുകൾ വരാനുണ്ട്. മത്സ്യഫെഡ് പോലെ, KRFED പോലുള്ള ഒരുപാട്, മാർക്കറ്റ് ഫെഡ് പോലുള്ള ഒരുപാട് ഒഴിവുകൾ വരാൻ നടക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താ, സഹകരണ മേഖലയിൽ അവസരങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. അത് ആ പെരുമഴയ്ക്ക് എന്താണ്, നമ്മൾ കൃത്യമായി മുന്നോട്ട് നടക്കുക, കൃത്യമായ ലക്ഷ്യത്തോടെ പഠിച്ചു തീർച്ചയായിട്ടും നമുക്ക്. അതെ, പഠിപ്പിക്കാനായിട്ട്. അപ്പൊ നിങ്ങളും റെഡി ആവാൻ, ഞങ്ങൾ പഠിപ്പിക്കാനുള്ള എല്ലാ മെത്തേഡ്സും ആയിട്ട് റെഡിയാണ്. അപ്പോൾ ഒരുപാട് കാര്യം, അപ്പൊ നിങ്ങൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആപ്പിലേക്കുള്ള ക്ലാസ്സസ്, ഇൻ ഹൗസിലേക്ക് ക്ലാസ്സസ് ജോയിൻ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ അവസരങ്ങൾ അതിനൊപ്പം ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ നിങ്ങൾ നമ്മുടെ ബാങ്കിങ്ങിന്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തോ, എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഇനി വരാൻ പോകുന്നത് കണ്ടന്റുകളുടെയും വീഡിയോസിന്റെ ഒരു പെരുമഴയാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കൃത്യമായ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എപ്പോഴും ആരുണ്ടായിരിക്കും, എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, എപ്പോഴും പറയാനുള്ള പോലെ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. ഇന്ന് തൊട്ട്, ഇപ്പൊ തൊട്ട്, ഈ സമയം തൊട്ട് പഠിച്ചു തുടങ്ങാം. ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യാണ്ട് നന്നായിട്ട് തന്നെ ഇരുന്ന് പഠിക്കുക. കാരണം അത്രയും വേക്കൻസി ഉണ്ട്. അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അപ്പോൾ ഈ അവസരങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ കളയരുത്. കൃത്യമായി പഠിച്ചു തുടങ്ങുക, നന്നായി പഠിച്ചു തുടങ്ങുന്നതിന്റെ എല്ലാ സ്റ്റെപ്പിലും നിങ്ങളൊപ്പം ആരുണ്ടായിരിക്കും, എൻട്രി ഉണ്ടായിരിക്കും. അപ്പൊ എൻട്രിയുടെ എല്ലാ ക്ലാസ്സുകളിലേക്കും നിങ്ങൾക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ തരുന്നു. ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട്. ആ സർപ്രൈസുകൾ കിട്ടാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്യുക, എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.